അപ്പൂപ്പ പടക്കം പൊട്ടിക്കാൻ അറിയത്തില്ലേ? അപ്പൊ നടക്കുവോ ഇല്ലേ? നടക്കത്തില്ലേ എന്റെ അപ്പൂപ്പ? അപ്പൂപ്പ ഞാൻ പറഞ്ഞാൽ നടക്കത്തില്ല. ഇന്ന് ദീപാവലി അല്ലേ? ദാ ഇവിടെ ഒരാൾ പടക്കം പൊട്ടിക്കാനുള്ള ത്രില്ലിലാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ അപ്പൂപ്പൻ അത് പറഞ്ഞില്ല. ദാ പടക്കവും വാങ്ങി വന്നു. പടക്കം കിട്ടിയ പാടെ അതിന്റെ സന്തോഷത്തിൽ ദാ ഒരു മൂലയ്ക്ക് പോരുന്ന അത് തിരയലായി. താഴോട്ട് വെച്ച് താഴ്ത്തിട്ടെ താഴ്ത്തിട്ടെ താഴ്ത്തിട്ടെ. കൊച്ചുമകനെ സന്തോഷിപ്പിക്കാനുള്ള തിരക്കിൽ അച്ഛൻ അമ്മ പറഞ്ഞത് വാങ്ങിക്കാൻ മറന്നുപോയി. മുളക് പൊടി. അത് അത്യാവശ്യ സാധനമായതുകൊണ്ട് തന്നെ അമ്മയുടെ ദേഷ്യം കാണ്ടാന്ന് വെച്ചു ഉടനെ തന്നെ സ്കൂട്ടർ എടുത്തുകൊണ്ട് വാങ്ങിക്കാൻ പോയി. പിന്നെതാ അമ്മയും കൊച്ചുമോനും കൂടെ പടക്കങ്ങളെല്ലാം തിരിഞ്ഞു വെച്ചു. എന്തുവാ? ആ ദീപാവലി നമ്മൾ എന്തിനാ പടക്കം പൊട്ടിക്കുന്നത്? നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുവോ? ഇതൊക്കെ എന്ത് പറഞ്ഞു എടുക്കരുത്. അപ്പൊ വരട്ടെ അപ്പൊ വരട്ടെ അതൊക്കെ വെക്ക്. അത് എടുക്കണ്ട. എല്ലാം വെക്ക് എല്ലാം വെക്ക്. വേണ്ട അപ്പൊ വരട്ടെ അപ്പൊ വന്നിട്ട് പൊട്ടിക്കും. എന്റെ മകന് എന്നെ പോലെ തന്നെ ഒട്ടും ക്ഷമയില്ല. വലിച്ചു വാരി എടുത്തു. ഹോ ഒരു ബഹളമായി. ആൾക്ക് എത്രയും വേഗം അത് പൊട്ടിക്കണം. അപ്പം വരട്ടെ അല്ലെങ്കിൽ മാമൻ വരട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പടക്കത്തിന്റെ പേരിൽ അമ്മാമ്മയുടെ വരക്കട്ടതിന് ശേഷമുള്ള സ്നേഹപ്രകടനമാണ് ഇപ്പൊ ഈ കാണുന്നത്. ആൾ പിന്നെയും പടക്കം പൊട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും പൊട്ടിക്കുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തോടെ പൊട്ടിക്കാം. അപ്പോഴേക്കും എന്താ കണ്ണം വന്നു. ലഡു ഉണ്ടോന്ന് ചോദിച്ചു. ഇത് തിന്നുന്ന ലഡു അല്ലട്ടോ, ഗൂഗിൾ പേയിൽ എന്തോ റിവാർഡാണ്. അവന് 140 രൂപ കിട്ടിയെന്ന്. എന്നാ പിന്നെ ഞങ്ങൾക്ക് കൂടെ പറഞ്ഞ് ഞങ്ങൾ അവന്റെ കൂടെ ഇരുന്നു. എനിക്കൊരു 6 രൂപ കിട്ടിട്ടോ. എന്താ അപ്പായ വന്നിരുന്നതിന് ഫലം കണ്ടു. ഒരു 42 രൂപ കിട്ടി. അമ്മയ്ക്ക് ഒന്നും കിട്ടിയില്ല. കാരണം ലഡു ഇല്ല. ലഡു ഉണ്ടെങ്കിൽ പൈസ കിട്ടും. ഇനിയാണ് പടക്കം പൊട്ടിക്കുക. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റോഡിലോട്ട് ഇറങ്ങി.